MS ലിഷോയി നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ലിഷോയി, ചെറിയ മഴയിൽ തന്നെ വലിയ പ്രളയസമാനമായ രീതിയിലേക്ക് വെള്ളം അങ്ങ് പൊങ്ങുന്നു, കടകളിലേക്ക് വെള്ളം കയറുന്നു, അങ്ങനെ നഗരം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നു. ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്? നേരത്തെ പലരും പരസ്പരം പഴിചാരി. ഇനിയുള്ള നിമിഷങ്ങൾ അത് വെള്ളക്കെട്ട് ഇറക്കാൻ തക്ക രീതിയിലേക്കുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ടോ? താൽക്കാലിക പ്രവർത്തനങ്ങൾ ചേച്ചി അവിടെ ഒരു മിനിറ്റ്. താൽക്കാലിക പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഈ അശ്വിനി ആശുപത്രിയുടെ പുറകുവശത്താണ് ഞാനുള്ളത്. ആ ഭാഗത്ത് ഇപ്പോഴും അല്പസമയം മുമ്പ് ബോട്ട് കൊണ്ടുപോയി അവിടെ വീടുകളിലുള്ളവരെ പുറത്തേക്ക് എത്തിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ വെള്ളം അല്പം താന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബോട്ട് ഇവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഈ ഭാഗത്തുള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. ചേച്ചിയുടെ വീട് ഇവിടെയാണോ? വീട് എന്താണ് നിങ്ങളുടെ കഴിഞ്ഞ 2-3 മഴയായിട്ട് ഇത് തന്നെയല്ല? 2-3 പ്രാവശ്യം മഴയ്ക്ക് വെള്ളക്കയറ്റം തന്നെയുണ്ടായിരുന്നു. സാധനങ്ങൾ കംപ്ലീറ്റ് നശിച്ചു. ഒരു മതിലിന്റെ അത്രയ്ക്കാണ് വെള്ളം വരുന്നത്. വീടിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഒന്നുമില്ല. വീടിന്റെ ഉള്ളിൽ ഞങ്ങൾ എന്നെ ജീവൻ രക്ഷിച്ചു വന്നത് ദൈവത്തിന്റെ അനുഗ്രഹം. എല്ലാ ദിവസവും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? എല്ലാ ദിവസവും ഇങ്ങനെയായി ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കും? വലിയ വലിയ എല്ലാ കൊല്ലം ഇത് തന്നെയാണ് തീരുമാനം. ആരും എടുക്കണില്ല. 4-5 വർഷമായി എല്ലായിടത്തും അഭിപ്രായം പറയണത്. ആരും ഒരു കൊല്ലമായിട്ട് അല്ല, ആരും ഒരു അഭിപ്രായം ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പൊ MLA അടുത്ത് പറഞ്ഞപ്പോ അവര് പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങള് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മഴക്കാലം ആകുമ്പോഴത്തേക്കും പഠിച്ചു അത് പറയാൻ പറ്റില്ല. ചോദ്യം അതാണ്, പഠിച്ചു കഴിയുമെന്നാണ് ചോദിക്കാനുള്ള ചോദ്യം. എന്തുകൊണ്ട് ഇത് മുൻപ് ചെയ്തില്ല? അതിന് എന്നീ തീരുമാനം ഉണ്ടാക്കും. ഞങ്ങൾക്കൊരു തീരുമാനം കിട്ടിയേ പറ്റൂ. ഇതെല്ലാ കൊല്ലം തന്നെ പരിപാടി. കൊല്ലാണ് ഇപ്പൊ ഒരു 5-6 വട്ടം. ഈ ഒരാഴ്ച നോക്കട്ടെ, 5-6 വട്ടമായി വെള്ളം കയറിയിട്ട് വീട് മുഴുവനായിട്ട് മുങ്ങി, സാധനങ്ങളൊക്കെ നശിച്ചു. അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വരണുള്ളൂ, അപ്പോഴേക്കും അടുത്ത വെള്ളം കയറാ. ഇതിപ്പോ എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെയാ. ഞങ്ങൾ എല്ലാവരും അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതികരണമാണ് കേട്ടത്. കാരണം ജനങ്ങളെയും നാടിനെയും പരീക്ഷണ വസ്തുവാക്കി മാറ്റുന്ന ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഓർത്ത് പരിതപിക്കുക മാത്രമേ നമുക്ക് നിവർത്തിയുള്ളൂ. യഥാസമയം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി. ഈ മഴയ്ക്ക് മുമ്പ് മഴ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല. നേരത്തെ തന്നെ നമുക്കറിയാം, കാലവർഷത്തിന്റെ സമയമറിയാം, ന്യൂനമർദ്ദങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന നാടാണ്. ഇപ്പോൾ പ്രതികരണങ്ങൾ തുടരുന്നുണ്ട്. അതിലേക്ക് ഈ വഴി കൂടിയാണ്. ശരിയാണ്, നമുക്കറിയാം ഇത് പൊതുവെ ജോഗ്രഫിയിൽ താഴ്ന്ന സ്ഥലമാണ്, സമ്മതിക്കുന്നു. പക്ഷെ താഴ്ന്ന സ്ഥലത്തും ആളുകൾ ജീവിക്കേണ്ട സാർ. അതിന് ശാശ്വത പരിഹാരം ഭരണകൂടമല്ലേ എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വർഷമായിട്ട് അടിക്കടി എപ്പോഴൊക്കെ ഇവിടെ മഴ പെയ്യുന്നു ഗംഭീരമായിട്ട് ടൗണിൽ, അന്നൊക്കെ ഇവിടെ വെള്ളം പോകുന്നുണ്ട്. ഈ കാണുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അനുഭവം. എനിക്ക് വെള്ളം കോരേണ്ടി വന്നിട്ടില്ല, പക്ഷേ ഇവർ വെള്ളം കോരുന്ന അകത്ത് വെള്ളം വന്ന് കോരുന്ന ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ സ്ഥാപനം മുന്നുള്ള സമയത്തും ഇതുപോലെ തന്നെ, അന്ന് 2018 സംഭവം. 2018 വലിയൊരു വെള്ളപ്പൊക്കം വന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തോടും മറ്റേ ഡാമുകളൊക്കെ തുറന്നു വിട്ടപ്പോൾ വലിയൊരു പ്രശ്നം വന്നു. അന്നാണ് ഇത്രയും ഗൗരവമായിട്ടൊരു പ്രശ്നം. പരിഹാരം ഞാൻ മനസ്സിലാക്കുന്നത് സാറേ, അവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ അവസ്ഥ അറിയാൻ ഇതിന് ശാശ്വതമായ പരിഹാരം എനിക്ക് തോന്നുന്നത്, ആസ് എ പേഴ്സൺ എനിക്ക് തോന്നുന്നത് ഈ ഏരിയ. കാരണം ഇതൊരു താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. കോർപ്പറേഷൻ്റെ വെള്ളം എവിടെ മഴ പെയ്താലും വെള്ളം ഇത് കൂടെ തന്നെ പോകണം വെള്ളത്തിന്. അതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ റോഡിനെ താത്തുക. റോഡിന് 10 അടിക്ക് റോഡിനെ താത്തി കാനയാക്കിയിട്ട് മുകളിൽ നന്നായിട്ട് സ്ലാബ് ഇട്ട് ഇവർക്ക് എല്ലാവർക്കും നല്ല റോഡാക്കി കൊടുക്കുക. വെള്ളം എപ്പോൾ മഴ പെയ്യുന്നു വെള്ളം അടിയിൽ നിന്നോട്ടെ, വെള്ളത്തിന് സൗകര്യം പോലെ ഒഴിഞ്ഞു പോയിക്കോട്ടെ. എപ്പോഴാച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. മുകളിൽ സ്ലാബ് ഇട്ട് ഇവർക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് ജീവിക്കാനുള്ള അവസരം കോർപ്പറേഷൻ അധികാരികൾ ചെയ്തു കൊടുക്കുന്നതാണ് തന്നെയാ സാറേ. എല്ലാം കൊണ്ടും വീടിന്റെ ഉള്ളിൽ വന്ന് നോക്കിക്കോളൂ, ഒരു സാധനം ഇല്ല വീട്ടുള്ളിൽ, അതേപോലെ കിടക്കണം. ഇപ്പൊ ഇന്നാണ് വെള്ളം കയറി ഞങ്ങൾ സാധനങ്ങൾ ഒതുക്കി, തുണികളൊക്കെ ഒരു വീടും ഒതുക്കി ഇതേ വെച്ച് കയറി വെച്ചിട്ടുള്ളൂ. ഇപ്പഴേ വീണ്ടും ഒന്നുമില്ല, വീടിന് കംപ്ലീറ്റ് പോയി. ഇവിടുത്തെ കടക്കാരുടെ അവസ്ഥ എന്താണ്? ഇവിടെ കർഷകരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങുന്ന ഒരു സ്ഥാപനമാണിത്. ഇത് ലുലുവിൻ്റെയും റിലയൻസിൻ്റെ ഒക്കെ കളക്ഷൻ സെൻ്ററാണ്. ഇവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ട് അതിന് വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് കോർപ്പറേഷൻകാർ കാശ് ചോദിച്ചു, ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇതാണ് നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. വേറെ ഇപ്പോൾ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വേസ്റ്റ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഈ വെള്ളപ്പൊക്കത്തിൽ വേസ്റ്റ് വന്നു, അത് കൊണ്ടുപോകാനായിട്ട് കോർപ്പറേഷൻ്റെ വണ്ടി വന്നിട്ട് കാശ് ചോദിച്ചു ഞങ്ങളുടെ അടുത്ത്, ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായം, ഒരു സഹായമില്ല. കോർപ്പറേഷൻ സഹായിക്കില്ല, ദ്രോഹിക്കും. വേസ്റ്റ് ഈ ദുരിതത്തിൽ അതായത് ഈ സ്ഥലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ
ഈ ഇത്രയും വലിയ വെള്ളക്കെട്ട് അത് പോകുന്നത് ഇത്രയും ചെറിയൊരു കാനയിലൂടെയാണ്. ഈ കാനയുടെ ഒരു വീതി എന്ന് പറയുന്നത് ഒരടി വീതി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതായത് ഈ ഇത്രയും ഇടുങ്ങിയ കാനയിലൂടെയാണ് ഈ വെള്ളം മുഴുവൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ഒരു 1-2 അടി വീതിയിലുള്ള ഒരു കാന ഉണ്ടെങ്കിൽ പോലും ഇതിനേക്കാൾ അധികം വെള്ളം ഇതിലൂടെ ഒഴുകി പോകാനായി കഴിയും. പക്ഷേ ഈ വെള്ളം മഴ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഈ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള സ്ഥലമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. ഈ കാന വളരെ ബലത്തോടു കൂടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാന കണ്ടില്ലേ, ഇത്ര വീതിയേ ഉള്ളൂ. 2